ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നുണ്ടല്ലോ എൻ്റെ 2.5 കവർ പാലോളം പിഴിഞ്ഞു പോയി. ഞാനത് തിളപ്പിച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട് ടൈം കഴിഞ്ഞു പോയതുകൊണ്ടാണ് പാല് ചീത്തയായി പോയത്. അതുപോലെ ഡേറ്റ് കഴിഞ്ഞ പാലൊന്നും ഇങ്ങനെ എടുത്ത് ഉണ്ടാക്കി കുട്ടികൾക്കൊന്നും കൊടുക്കരുത്. നമ്മൾ ഇങ്ങനെ ചിലപ്പം പാലിൻ്റെ തവി ഇതായതോ അങ്ങനെ എന്തെങ്കിലും ഈ നമ്മൾ കറിയിലിടുന്ന തവി ചിലപ്പോൾ എടുത്ത് പാലിനകത്ത് ഇട്ട് പോയാൽ അങ്ങനെയൊക്കെ നമ്മളെ പാല് പിരിഞ്ഞു പോകുമല്ലോ, നമ്മൾ അന്ന് വാങ്ങിക്കുന്ന പാല്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ഡേറ്റ് കഴിഞ്ഞ പാലൊരിക്കലും എടുക്കല്ലോ. അപ്പോൾ ആ പിരിഞ്ഞ പാലാണ് ഞാൻ ഇതിലേക്ക് ഒരു 1.5-2 സ്പൂണോളം നെയ്യ് ഒഴിച്ചതിന് ശേഷം പാലൊഴിച്ച് കൊടുത്തു. ചുവട് കട്ടിയുള്ള പാത്രം ശ്രദ്ധിക്കണം. ചുവട് കട്ടിയുള്ള പാത്രം എടുത്തില്ലെങ്കിൽ അടി കരിഞ്ഞു പോകും. അതുപോലെ തന്നെ സ്റ്റീലിനകത്താണെങ്കിൽ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടി വരും. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുകയും ചെയ്യണം. അതൊന്ന് ശ്രദ്ധിച്ചോണം. ചുവട് കട്ടിയില്ലാത്ത പാത്രമാണെങ്കിൽ നമുക്ക് കൈയെടുക്കാതെ ഇളക്കേണ്ടി വരും. ഇതാണേലും ഞാനിങ്ങനെ ഒരുവിധം കൈയെടുക്കാതെ തന്നെ കുറച്ച് നേരം ഇളക്കി കൊടുത്തു. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ 1/4 സ്പൂൺ നാരങ്ങാനീരോ വിനാഗിരിയിലോ 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ആ സമയത്ത് നിങ്ങളൊന്ന് നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ വലിയ കട്ടകളായി പോകും കേട്ടോ. അതുപോലെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. മധുരം നമ്മൾ ഈ പേട, പാൽമിഠായി അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു സ്വീറ്റ് ഐറ്റത്തിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഏകദേശം വറ്റി വരുമ്പോഴാണ് ആ ഒരു പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത്. നിങ്ങൾ ഇതിലും നന്നായിട്ട് വറ്റിയതിന് ശേഷം ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ ഒരു ടൈമിൽ തന്നെ ഇട്ട് കൊടുത്തു, കുഴപ്പമില്ലായിരുന്നു. എങ്കിലും ചിലവർക്ക് മധുരം അങ്ങോട്ട് നോക്കണമെങ്കിൽ നന്നായിട്ട് പാല് വറ്റി വന്നു കഴിഞ്ഞതിന് ശേഷവും ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. കാരണം പഞ്ചസാരയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പം നല്ലപോലെ വെള്ളം വറ്റി ഇത് കണ്ടില്ലേ, നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. അത്യാവശ്യം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇടയ്ക്ക് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുന്ന ടൈമിൽ ഞാനൊന്ന് സിമ്മിലാക്കി കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ചപ്പാത്തിയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു വലിയ പണിയായിട്ട് നമ്മൾ എടുക്കാതിരുന്നാൽ മതി. ഇതിങ്ങനെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. അപ്പം നെയ്യാണ് ഇതിനകത്ത് ഫ്ലേവർ വരുന്നത്. ഏലക്ക ഒന്നും ചേർത്തിട്ടില്ല. ഏലക്ക ആകുമ്പോൾ ആ പാൽപ്പേടയുടെ അതേ ടേസ്റ്റിൽ കഴിക്കാനായിരുന്നു എനിക്കിഷ്ടം. അതാണ് ഞാൻ നെയ്യ് തന്നെ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ആദ്യം ഒഴിച്ച ആ ഒരു നെയ്യേ ഇതുവരെ ഇതിലുള്ളൂ. എന്നിട്ട് മധുരം കുറച്ചുകൂടി എനിക്ക് വേണമായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി മധുരം ചേർത്തിട്ടുണ്ട്. മക്കൾക്ക് കുറച്ചുകൂടി വേണമെന്ന് പറഞ്ഞു. അപ്പം മധുരം ശരിക്കും ആ പേടയുടെ കറക്റ്റ് മധുരം ചേർത്താലേ അതിൻ്റെ ആ പേടയുടെ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്യാവശ്യം ആ പഞ്ചസാരയുടെ വെള്ളമൊക്കെ വറ്റി പഞ്ചസാര ഇങ്ങനെ പതഞ്ഞ് അത്യാവശ്യം വരും. അതുപോലെ നല്ല പോലെ വെള്ളം വറ്റി വരുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈമിൽ കൈയെടുക്കാതെ അത്യാവശ്യം ഇളക്കിക്കൊണ്ടിരിക്കണം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്ക് ഒത്തിരി താങ്ക്സ് കേട്ടോ, എല്ലാവർക്കും താങ്ക്സ്. അപ്പം ഞാൻ ഈ വെള്ളം വറ്റിച്ച് നന്നായിട്ട് ഈ ഒരു പാൽപ്പേടയുടെ ആ ഒരു പരുവത്തിൽ ആക്കിയെടുക്കുന്നുണ്ട്. നല്ല പോലെ ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കണം, നല്ലപോലെ ഒന്ന് ഇളക്കിയും കൊടുക്കണം കേട്ടോ. ഒരു നുള്ളു ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് ഉപ്പല്ല, ഒരു ചെറിയ നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം. അതുപോലെ തന്നെ വേറെ ഏലക്കയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചേർത്തോളൂ. നമ്മൾ മിൽമ ഉണ്ടല്ലോ, ഈ ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നത്. അതിൽ പാൽപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരു പേടയ്ക്ക് പാൽപ്പൊടിയുടെ ആവശ്യമേ ഇല്ല. ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് പാൽപ്പൊടി ആവശ്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾ പ്യുവർ മിൽക്ക് വെച്ച് തന്നെ ഉണ്ടാക്കുന്നെങ്കിലുണ്ടല്ലോ, ആ ഒരു നാരങ്ങാനീരൊക്കെ ചേർക്കുമ്പം തന്നെ അതങ്ങ് പിരിഞ്ഞു വന്നോളും. അത് കൊണ്ട് ആ ഒരു കറക്റ്റ് പേടയുടെ പരുവത്തിൽ ആയിക്കോളും കേട്ടോ. ഫ്രഷ് മിൽക്ക് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ലെന്നല്ല, പിരിഞ്ഞ പാല് കൊണ്ട് ഇങ്ങനെ കളയാതെ ഉണ്ടാക്കാം എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ.
അതുപോലെ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഒരുപാട് ആവശ്യവും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ വറ്റി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് നെയ്യും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ശ്രദ്ധിച്ചോണം. നല്ലൊരു ടേസ്റ്റാണ്. എൻ്റെ വീഡിയോ സ്കിപ്പായി പോയത് കൊണ്ടാണെന്ന് തോന്നുന്നു. നല്ലപോലെ ഇങ്ങനെ വറ്റി, ഇത് കണ്ടില്ലേ, പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരണം. ഇങ്ങനെ നമുക്ക് ഏത് ഷേപ്പിലും ആക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഏത് ഷേപ്പിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇതാവുമ്പം നമുക്ക് ആ കറക്റ്റ് പേടയുടെ ഷേപ്പിൽ കിട്ടുമല്ലോ. അച്ചൊന്നും വേണ്ട. ഓരോരുത്തരും ഓരോ റൗണ്ട് ഷേപ്പിലുണ്ടാക്കും. എന്നിട്ട് അതിൻ്റെ പുറത്തൊരു ഫ്ലവറിൻ്റെ എന്തെങ്കിലും ചെയ്യും. ഇതിപ്പം നേരെ കറക്റ്റ് നമ്മൾ മിൽമേന്നൊക്കെ വാങ്ങിക്കുന്ന അതേ പേടയുടെ ഷേപ്പിൽ കിട്ടട്ടെന്ന് ഓർത്ത് ഞാൻ ഇതാകുമ്പോൾ കൈ തന്നെ മതിയല്ലോ. അപ്പം ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുത്തത്. കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ആ ഒട്ടിപ്പിടിക്കുന്ന ടൈമിൽ ഇച്ചിരി നെയ്യ് തൂത്ത് തന്നെ നമുക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. നെയ്യ് തന്നെയാണ് തൂക്കേണ്ടത് കയ്യിൽ. അതുപോലെ തന്നെ നന്നായിട്ട് ചൂടാറണ്ട, ചെറിയൊരു ചൂടോടുകൂടി തന്നെ ഇതൊന്ന് നമുക്ക് ഈ ഒരു ഷേപ്പിൽ പിടിച്ചെടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഉണ്ടാക്കാം. ചെറിയ ചൂടോടുകൂടി തന്നെ പിടിക്കാവുള്ളൂ. അപ്പോൾ എൻ്റെ മക്കളുണ്ടല്ലോ ബട്ടർ പേപ്പറിൽ കറക്റ്റ് പേടയുടെ ഷേപ്പിൽ ചെയ്യാമെന്ന് ഓർത്ത് അങ്ങനെ അവർ ബട്ടർ പേപ്പറിലൊന്ന് പൊതിഞ്ഞ് വീഡിയോയ്ക്കൊക്കെ ഒരു അരങ്ങാവുമല്ലോ എന്നോർത്ത് ചെയ്തെടുത്തതാണ്. അപ്പോൾ അന്ന് കഴിക്കരുത്. പിറ്റേന്ന് രാവിലെ ആകുമ്പം കറക്റ്റ് ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടത്തുള്ളൂ. അന്നൊരു ചൂടോടുകൂടിയൊക്കെ ആകുമ്പോൾ ഒരൊട്ടലുണ്ടാവും. പിറ്റേ ദിവസം ആകുമ്പോൾ കറക്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. സന്തോഷമുള്ളൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഹൈറും ബർക്കത്തും റിസ്ക്കും ഉണ്ടാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.